ഇറാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് US. ഇറാനിലെ ചബഹാർ തുറമുഖത്തിലെ മാരിടൈം കൺട്രോൾ ടവർ US ആക്രമണത്തിൽ തകർന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ ഏറെ തന്ത്രപ്രധാനപരമായിട്ടുള്ള ടവറാണ് ആക്രമിച്ചത്. അതിനിടെ USനെതിരെ പ്രകോപനം തുടരുകയാണ് ഇറാൻ. സിറിയയിലെ USന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡ് സെന്ററിലാണ് ഇറാൻ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തായാലും ഏറെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ടവർ US തകർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? നിലവിലെ ആശങ്കാജനകമായ സാഹചര്യമാണോ? വിഷ്ണു, തീർച്ചയായും ഇറാനിലെ ഈ ഏറ്റവും നിർണായകമായൊരു നീക്കമാണ് ഇറാനിൽ ഇപ്പോൾ US സൈന്യം നടത്തിയിരിക്കുന്നത്. ചബാഹർ സർവീലൻസ് ടവർ, അതായത് ചബാഹർ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന സർവീലൻസ് ടവർ, അത് വലിയ തോതിൽ ഇറാൻ പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു നിരീക്ഷണ സംവിധാനമായിരുന്നു. ഈ നിരീക്ഷണ സംവിധാനം തകർക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്, കൂടുതൽ റീഫ്യൂവലിംഗ് പ്ലെയിനുകൾ, അതായത് ഈ യുദ്ധവിമാനങ്ങളിൽ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാവുന്ന വലിയ വിമാനങ്ങൾ, അതായത് ടാങ്കർ വിമാനങ്ങളെല്ലാം തന്നെ ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ആകാശത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ US സെൻട്രൽ കമാൻഡ് പുറത്തുവിടുകയും ചെയ്തത്. അത്തരത്തിൽ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ എത്തുന്നത് സ്വാഭാവികമായും ഒരു ആക്രമണത്തിൻ്റെ സാധ്യതയുള്ളൊരു പശ്ചാത്തലത്തിലാണ്. സർവീലൻസ് സംവിധാനങ്ങളാണോ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളായി പറക്കുകയാണ് യുദ്ധവിമാനങ്ങളെങ്കിൽ തിരിച്ച് അതാത് സ്റ്റേഷനുകളിലെത്തി അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലിലെത്തി ഇന്ധനം നിറയ്ക്കുന്ന രീതിയാണ്. പക്ഷേ തുടർച്ചയായ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും റീഫ്യൂവലിംഗ് പ്ലെയിനുകൾ വേണ്ടിവരും. അത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനും തിരിച്ചു വരാതെ തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരുക്കുന്നതിനാണ് അത്തരത്തിലുള്ള റീഫ്യൂവലിംഗ് പ്ലെയിനുകൾ ഇസ്രയേലിലെത്തി USൻ്റേത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ഗൗരവമേറിയൊരു റിപ്പോർട്ടായി തന്നെ നിരീക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിമാനങ്ങൾ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായും ഈ ഒരു നീക്കത്തിന് വേണ്ടി തന്നെയാണ് എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള പ്രകോപനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. സിറിയയിലെ USൻ്റെ ഒരു സംവിധാനം, അതായത് പ്രതിരോധ സംവിധാനത്തെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള, സിറിയയിൽ നേരത്തെ ഒന്നും ആക്രമണം നടത്തിയിട്ടില്ല, പക്ഷേ സിറിയയിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അത്തരത്തിൽ പലയിടങ്ങളിലും ആക്രമണം നടത്തുന്നൊരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത്തരം നിർണായകമായ ചില പോയിന്റുകളിൽ ആക്രമണം നടത്തുക, അതായത് ചബാഹർ ടവറൊക്കെ തകർക്കുന്നു എന്ന് പറയുന്ന നിരീക്ഷണ ടവർ തകർക്കുന്ന നീക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് ശക്തമായ രീതിയിൽ ഇറാനെ ദുർബലമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. ഒരു അന്തിമ നടപടിയുടെ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളിൽ ആകാശത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന, ടാങ്കറുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും US അത്തരത്തിലുള്ള ടാങ്കർ വിമാനങ്ങൾ കൂടുതലായി ഇസ്രയേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതിശക്തമായൊരു സൈനിക നീക്കത്തിനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചബാഹർ പോർട്ടിലെ ഈ ടവർ തകർത്തതിൻ്റെയും ലക്ഷ്യം അത് തന്നെയാണ്, നിരീക്ഷണ കാര്യത്തിൽ ദുർബലമാക്കുക എന്നതാണ്. തീർച്ചയായും 1-2 ദിവസങ്ങൾക്കുള്ളിൽ നിർണായകമായ പല ഇടപെടലുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്.